Good morning, friends. ഇന്നിപ്പം നല്ല മഴയാണല്ലേ. ഞാൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടി വണ്ടി എടുത്ത് പോയതാണ്. പക്ഷെ ഭയങ്കര മഴയായതുകൊണ്ട് അവിടെ ഒരു പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നു. ഇവിടെ വന്നപ്പോഴാണ് പത്രത്തിൽ വളരെ സന്തോഷകരമായ വാർത്ത കണ്ടത്. തെരുവുനായ ഭീഷണി മൊബൈൽ പോർട്ടബിൾ യൂണിറ്റുകൾ 1 മാസത്തിനകം, അതായത് മനുഷ്യനാണ് പ്രധാനം എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് സർക്കാരും വന്നിരിക്കുന്നു. മറ്റ് മനുഷ്യൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തൊരു മൃഗവും. അത് കാട്ടുപന്നിയോട് കാണിക്കുന്ന വീറും വാശിയും നാട്ടിലെ ശല്യക്കാരായ ലക്ഷക്കണക്കിന് തെരുവുനായകളോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അലോസരപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് മെഷീനറികൾ ഉണർന്നിരിക്കുന്നു. കേന്ദ്ര നിയമം തന്നെ ഈ ദയാവധം അല്ലത്, അതായത് ഈ പ്രശ്നക്കാരായ നായ്ക്കളെ കൊല്ലാൻ അത് പറയുന്നുണ്ട്. രോഗികളെയും പ്രശ്നക്കാരെയും കൊല്ലാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. പക്ഷെ അത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ മുഖവിലേക്ക് എടുക്കാതെ അവർ ഒഴിഞ്ഞു മാറിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കേസ് ശരിയാ, കേസും പണവുമായിട്ട് ആളുകൾ പുറകെ നിൽപ്പുണ്ട്. കേന്ദ്രത്തിന് സപ്പോർട്ടുമുണ്ട്. എന്നിരുന്നാലും ഗവൺമെൻറ്റിൻ്റെ അല്ല, സെൻട്രൽ ലീഡേഴ്സിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ചില സപ്പോർട്ടുമുണ്ട്. പിന്നെ ആശുപത്രി ഇതിൻ്റെ വാക്സിൻ നിർമ്മാണക്കാരുടെ ഒരു ഇടപെടലുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം കേരളം നേടിത്തരുന്നത് ടൂറിസമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡിബേറ്റ് കേട്ടപ്പോൾ അതിൽ പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. പക്ഷേ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുള്ളത് കേരളത്തിലാണ്. 91 5 സ്റ്റാർ ഹോട്ടൽ കേരളത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. ആധികാരികമായ കണക്കല്ല, ഞാനൊരു ഡിബേറ്റ് കേട്ടതാണ്. ഞാനിങ്ങനെ പറയുന്നത് വെച്ചാൽ ഒരു കേസൊക്കെ ഉണ്ടാകാൻ സാധ്യത നമ്മളിങ്ങനെ പറയുമ്പോഴേ. അപ്പോൾ അതിൻ്റെ ആധികാരികത നമ്മൾ ഉറപ്പിച്ച് പറയും. ഇതൊരു ഡിബേറ്റ്, ഒരു മന്ത്രി പറയുന്നത് കേട്ടിട്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ 90 എന്നുള്ള 85 ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് ഉണ്ടിറങ്ങി അങ്ങനല്ല. അത് ടൂറിസത്തെ കാണിക്കുന്ന കാര്യമാണ്. ഇൻ്റർനാഷണൽ ടൂറിസം, നാഷണൽ ടൂറിസം ആൻഡ് ഇൻ്റർനാഷണൽ ടൂറിസം ആർ റിലേറ്റഡ് വിത്ത് 5 സ്റ്റാർ ഹോട്ടൽസ്. കാര്യം വെച്ചാൽ വരുന്നവർക്ക് സുരക്ഷിതമായ താമസം വേണം, ഭക്ഷണം വേണം. അതെല്ലാവരും നമ്മൾ പോയാലും ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പോയി നമ്മൾ 4 സ്റ്റാറിൽ താമസിക്കാറില്ലല്ലോ. അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്രെഡിബിലിറ്റിയാണ്, നമ്മുടെ ഒരു സെക്യൂരിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി, സേഫ്റ്റി, ക്ലീൻലിനെസ് എല്ലാം റിലേറ്റ് ചെയ്യുന്നത് സ്റ്റാർ വാല്യൂസിലാണ്. ഇപ്പോൾ 7 സ്റ്റാർ ഹോട്ടലുകളൊക്കെ ആയി തുടങ്ങി. 5 സ്റ്റാർ അങ്ങനെ വലിയൊരു സംഭവമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ടൂറിസത്തെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാകുന്നത് വലിയ കാര്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും നമ്മുടെ ഏറ്റവും ഭംഗിയുള്ള വില്ലേജ്, അതായത് ഗ്രാമവീഥികളിലൂടെ നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാലും കുമരകത്ത് വരുന്നൊരു വിദേശ സഞ്ചാരി കുമരകത്തെ ഗ്രാമപ്രദേശം നടക്കരുതെന്ന് പറയാൻ പറ്റുമോ? നടന്നായാലേ പട്ടി കടിക്കുമെന്ന് പറഞ്ഞാലോ? ചിങ്ങവനത്തോട് നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ചിങ്ങവനത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വെട്ടിത്തറയിലേക്ക് പോകുന്ന വഴി മുഴുവൻ പട്ടിയാണ്. ആ പട്ടിയെ നിയന്ത്രിക്കണമെന്ന് പറയാൻ പറ്റുമോ? അപ്പം രസം ഇതിനെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. വീട്ടിൽ ഒറ്റ പട്ടിയില്ല, ഈ പട്ടികൾക്ക് ഭക്ഷണം എല്ലാം കൊടുക്കും, അതൊരു കളി കാണും. പക്ഷെ അപ്പം പട്ടിയെ ഇഞ്ചക്ഷൻ അടിപ്പിക്കാൻ കൊണ്ടുപോകണ്ട, അതിൻ്റെ വിസർജ്യങ്ങൾ കോരേണ്ടതില്ല, ബാക്കി ഈ അട്രോസിറ്റീസ് ഒന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല, പോസിബിലിറ്റീസ് എല്ലാം വേണമെന്നാണ്. പട്ടി സ്നേഹിക്കും, വാലാട്ടും, ചുറ്റും കിടന്ന് കറങ്ങും, ചാടി നിൽക്കും, ഒക്കെ സന്തോഷമാണ്. പക്ഷേ വീട്ടിൽ കൊണ്ട് വളർത്തത്തില്ല, നാട്ടുകാർക്ക് ഭാര. അപ്പോൾ അത്തരം ആളുകളെയും നിയന്ത്രിക്കണം. അതിനൊരു നിയമം കൊണ്ടുവരണം. ഈ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പക്ഷികളല്ല, ഈ പറഞ്ഞ പട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്കെതിരെയും നടപടിയെടുക്കാനുള്ളൊരു നിയമവ്യവസ്ഥ കൂടി ഗവൺമെൻറ് കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഇവരുടെ ഈ പട്ടി സ്നേഹത്തിൻ്റെ പിന്നിൽ ഈ മറ്റേ ഏജൻസികളുടെ ഇടപെടലുണ്ട്. അവർ 800 രൂപയുടെ ബിസ്ക്കറ്റ് ഡെയിലി മേടിച്ചു കൊടുക്കാൻ വലിയ വരുമാനം ഇല്ലാത്തവർക്ക് എങ്ങനെ പറ്റും? 100 രൂപയുടെ ബിസിനസ് ബിസ്ക്കറ്റ് വാങ്ങി ഡെയിലി കൊടുക്കാൻ വരുമാനം ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ പറ്റും? അപ്പോൾ അതൊന്ന് അന്വേഷിക്കണം, നടപടിയെടുക്കുകയും വേണം. ഇങ്ങനെയുള്ള വലിയ പട്ടിപ്രേമികളെ അവർ വാക്സിൻ കമ്പനിയുടെ ഏജൻ്റാണോ എന്ന് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റാരെയും കൊണ്ടെങ്കിലൊക്കെ ഒന്ന് അന്വേഷിപ്പിക്കുന്ന നന്നായിരിക്കും. എന്തോ ഒരു ദുരൂഹത അതിൽ കാണുന്നുണ്ട്, ഒരു 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 വല്ലാത്ത സ്നേഹം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും വിദേശികൾക്കും സ്വദേശികൾക്കും വിനോദസഞ്ചാരികൾക്കും പണിയെടുക്കാൻ പോകുന്ന വീട്ടമ്മമാർക്കും ആരും കൊണ്ട് സൊസൈറ്റിയിലേക്ക് പോകുന്ന
കുട്ടികൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് രണ്ട് കാര്യം ചെയ്യും. ഒന്ന്, നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിപ്പിക്കും. ദി മെയിൻ ടൈം നമുക്ക് ആശുപത്രിയിൽ ഈ വാക്സിനൊക്കെ വലിയ ചിലവുള്ള സംഭവമാണ്. എത്ര ആയിരം കോടിയുടെ വാക്സിനെ ഗവൺമെൻറ് മേടിക്കുന്നറിയോ? അത് ലാഭിക്കാനും പറ്റും. അപ്പം എന്തായാലും വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് കണ്ടത്. അതുപോലെ തന്നെ പിന്നൊരു സന്തോഷം, നമ്മുടെ ഉന്നതാധികാര വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വെടിനിർത്തൽ വന്നിരിക്കുന്നു. അധികാരികൾ ഒത്തുതീർപ്പിന് സന്നദ്ധരായിരിക്കുന്നു. മുഖ്യമന്ത്രി ഇന്ന് വരും, നാളെ മറ്റോ ഗവർണർ വരും. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരും. തീർച്ചയായിട്ടും അണ്ടിയാണോ മാങ്ങയാണോ മൂത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തിൻ്റെ അഭിലാഷമാണ് ഒരു മുഖ്യമന്ത്രി. ഗവർണർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് എന്നുള്ളതേ ഉള്ളൂ. അത് ബോധ്യപ്പെടണം. ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ജനപ്രതിനിധിയോ ജനനേതാവിൻ്റെയോ ഒപ്പം നിൽക്കാൻ ഒരു ഗവർണർ കഴിയില്ല. അത് വെറും ഒരു തെറ്റായ സങ്കല്പമാണ്. ഈ ഗവർണറെ വലിയ ആളാക്കിക്കൊണ്ട് ചില പത്രങ്ങളൊക്കെ എഴുതുമ്പോൾ ചിരി വരിക. വാസം പറയും, ഈ ആശാന്മാർക്ക് വലിയ വിവരമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഗവർണർ എന്ന് പറഞ്ഞാൽ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി പദ്ധതികളുമായും ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുമായും ഈ ഗവൺമെൻറ്റിലെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ദി മെയിൻ ടൈം ഇന്ത്യൻ പ്രസിഡൻറ്റിന് വേണ്ടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് കീപ്പപ്പ് ചെയ്യുക എന്നുള്ള വളരെ ഗൗരവമുള്ള ജോലിയാണ് ഗവർണർക്കുള്ളത്. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ അതില്ല. ഭരിക്കേണ്ടത് ഗവൺമെൻറ് തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധിയാണ് ഭരിക്കേണ്ടത്. അപ്പോൾ അത് അധികം കടത്തുന്നത് ശരിയല്ല. അത് മണ്ടത്തരാണ്. അറിവുള്ളവർക്കറിയാം. കോടതി പോകുമ്പോഴേ എടുത്ത് ദൂരെ കളയുന്നതിൻ്റെ കാര്യം കണ്ടില്ല. കഴിഞ്ഞ ദിവസം കണ്ടിട്ട് നിയമിച്ചെല്ലാം റദ്ദ് ചെയ്തു. സാറിന് ഒരു ട്രെയിൻ മറിഞ്ഞാൽ രാജിവെക്കുന്ന റെയിൽവേ മന്ത്രിയാണ് രാജ്യമാണ്. ഒരു ഗവർണർ ഉത്തരവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പുള്ളി വളരെ മാന്യനായിട്ട് ഇതിൽ നടപ്പുണ്ട്. എന്നാൽ റിസൈൻ ചെയ്ത് പോകണ്ടേ? ഞാനെടുത്ത നയപരമായ തീരുമാനം തെറ്റാണ്, അത് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന് ഒരു നീതിപാല നിയമം ഹൈക്കോടതി ഒക്കെ വിധിച്ചു കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകണ്ടേ? ആ പണി നിർത്തി പോകണ്ടേ? അത് പോകുന്നില്ല, പിന്നെ അവിടെ ഇരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് ഓരോരുത്തരും അവരവൻ്റെ അവകാശവും അധികാരവും മനസ്സിലാക്കി പ്രവർത്തിക്കുക. എന്തായാലും ഏതൊരു ഇത് വെച്ച് നോക്കിയാലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ മേൽ, അല്ലെങ്കിൽ ജനാധികാര സഭയുടെ മേൽ, അല്ലെങ്കിൽ മന്ത്രിസഭയുടെ മേൽ, കേന്ദ്ര മന്ത്രിസഭയുടെ മേൽ ഒരാൾക്കും ഒരു കാര്യമില്ല. പിന്നെയുള്ളത് കോടതികൾക്കാണ്. അതിൻ്റെ നിയമപ്രശ്നങ്ങൾ സ്ക്രൂട്ടിനി ചെയ്യാൻ അതിനുണ്ട്. പിന്നെ എക്സിക്യൂട്ടീവ് ഉണ്ട്. അവർ അത് നിയമപരമായാണോ ചെയ്യുന്നതെന്ന് നോക്കാനും അതിൻ്റെ ക്രെഡിബിലിറ്റി കീപ്പപ്പ് ചെയ്യാനും അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പം ലെജിസ്ലേച്ചറും അതായത് നിയമവും കോടതിയും ഇതെല്ലാം കൂടെ ചേരുന്നതാണ്, എക്സിക്യൂട്ടീവും ചേരുന്നതാണ് ഒരു ഗവൺമെൻറ്. പക്ഷെ അതിൽ പ്രാമുഖ്യം വേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് തന്നെയാണ്. അവൻ ഈ ജനത്തിൻ്റെ ശബ്ദമാണ്. അതുകൊണ്ട് എല്ലാവരും അത് പണ്ട് മിതത്വം പാലിച്ചൊക്കെ നിൽക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് ഭരണഘടനാപരമായി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഓർക്കുന്നുണ്ട്, പണ്ട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാവുന്ന അവസാനം കോടതിയിൽ ചെന്നപ്പം അത് അവിടെ തട്ടാമുട്ടിയൊക്കെ പറഞ്ഞെങ്കിൽ ഉടനെ 3700 കോടി അനുവദിച്ചല്ലോ. കാരണം ഈ ഓരോ സ്റ്റേറ്റിനും അവരുടെ അവകാശമുണ്ട്. അതാർക്കും തടഞ്ഞു വയ്ക്കാമെന്നല്ലാതെ ഇല്ലാതാക്കാൻ കഴിയില്ല. അപ്പോൾ അത് ജനപ്രതിഷേധം വന്നു, ജനങ്ങൾ എതിർത്തു. അത് അവസാനം കോടതിയിലേക്ക് വന്നപ്പം അത് കിട്ടിയില്ലേ, അതായത് തന്നേ പറ്റത്തുള്ളൂ. അപ്പം നമ്മളത് ബോധ്യപ്പെട്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അതിപ്പം ഞാനിത് പറയാൻ കാര്യം കേരള ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ സംസ്ഥാന മാത്രമല്ല, ഒരു പഞ്ചായത്ത്, ഒരു ഗ്രാമപഞ്ചായത്തിന് പോലും ആ അധികാരമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, അതുപോലെ പ്രസിഡൻറ്റ് ഒക്കെ, അവർക്കൊക്കെ ആ അധികാരം, ആ ഗൗരവത്തിൽ അവരും ജീവിക്കണം. എന്നെ തിരഞ്ഞെടുത്ത് വിട്ടത് എൻ്റെ ജനങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ അവരും ജീവിക്കണം. താന്തോന്നിത്യം കാണിക്കുകയും ഇരുട്ടിൻ്റെ മറവിൽ പോയി കള്ളു കുടിക്കുകയും അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ മറവിൽ പോയി മറ്റു കാര്യങ്ങൾക്ക് പ്രേരണ നൽകുകയും കൂട്ടാശയം ചെയ്യാൻ പാടില്ല. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഒത്തിരി പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടിട്ടുണ്ട്. അയാൾക്കൊന്നൊരു വേലപ്പഞ്ചേട്ടനെ ഞാനിപ്പോഴും ഓർക്കുക. ഇത്രയും സ്മരണീയനായൊരു മനുഷ്യൻ ഞാനിപ്പോഴും ഓർക്കുക. അദ്ദേഹത്തിന് ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഈ രാഷ്ട്രീയത്തിൽ വന്നപ്പം. അവസാനമായപ്പോൾ 1 ഏക്കറും വീടും ഉള്ളൂ. ഒരു ദിവസം ഞാൻ വേലപ്പഞ്ചേട്ടൻ പ്രസിഡൻ്റാണ്, വീട്ടിൽ ചെന്നപ്പം ഭാര്യ എന്നോട് പറയാം, ഇനി ഇതും കൂടെ ഉള്ളൂ സാറേ. ഞാൻ പറയാം, എൻ്റെ മാഡം, അദ്ദേഹം എനിക്കറിയാം പുള്ളി തിരുവനന്തപുരത്തേക്ക് ഓരോ ആവശ്യത്തിന് പോയാൽ ഈ കക്ഷികൾ പോകും, കാറുകൂലി കൊടുക്കാനില്ലാതെ പുള്ളി ആഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചത്, എന്താ പ്രസിഡന്റ്? അവൻ പറയും,
തിരുവനന്തപുരത്ത് പോയ ഒരു കാര്യം അവർ കാര്യമൊക്കെ സാധിച്ചു. പക്ഷേ ഇപ്പം വണ്ടിക്കൂലിക്കാണ്ട് അവൻ താഴെ വന്ന് നിൽക്കുക എന്ന് പറയും. അപ്പോൾ നമ്മൾ ലീഗലി ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പ്രസിഡൻറ്റ് പെൻഡിങ് ആയി കിടന്ന TA ഒക്കെ എഴുതി പെട്ടെന്ന് തന്നെ അത് ശരിയാക്കി പൈസ കൊടുത്ത് ടാക്സി ഡ്രൈവറെ പറഞ്ഞു വിട്ട സംഭവങ്ങളുണ്ട്. നമുക്കറിയാം അങ്ങനെയൊക്കെയുള്ള സ്മരണാർഹരായ നല്ലൊരു കോൺഗ്രസ്സുകാരനായിരുന്നു ഈ വേലപ്പൻ ചേട്ടൻ. എൻ്റെ വിചാരം കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള നേതാക്കന്മാരില്ലേ നമുക്ക് ആവശ്യം. എന്നുവെച്ചാൽ അവർ ജീവിക്കേണ്ടെന്നല്ല, പക്ഷേ ജനങ്ങളോടൊപ്പം നിന്ന് അതിൻ്റെ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ അഹങ്കരിച്ച് ആഡംബരം ചിലരൊക്കെ വന്ന് ജീപ്പയിലൊക്കെ വന്ന് ഇറങ്ങുന്ന കണ്ട ഇന്ത്യൻ പ്രസിഡന്റ് അത് കുഴപ്പമില്ല, മാറിക്കോളും പയ്യെ. എന്നാലും ജനപ്രതിനിധി ജനസേവകനാണ്. ആ ജനസേവകന് നേരെ വിരൽ ചൂണ്ടിയാൽ ജനം സമ്മതിക്കത്തില്ല എന്ന് ഗവർണറായാലും മറ്റുള്ള ആരായാലും ഓർത്തിരുന്നത് നല്ലതെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഈ പോക്ക് കാണുമ്പോൾ പലർക്കും അത് സ്വാഭാവികം. സുന്ദരിയായ ഒരു പെൺകുട്ടി അവൾ അണിഞ്ഞൊരുങ്ങി പോകുമ്പോൾ നമുക്ക് അസൂയുണ്ടാകും. അവൾ നന്നായി പഠിച്ച് നല്ല ഡിഗ്രിയും ഡിപ്ലോമയും PG ഒക്കെ എടുത്ത് പോകുന്ന കണ്ട നമുക്ക് കുറച്ചും കൂടെ കുശുമ്പ് കൂടും. അവളേതെങ്കിലും കോളേജിലെ പ്രിൻസിപ്പാളോ പ്രൊഫസറോ ഡോക്ടറോ എഞ്ചിനീയറോ ആയ ഭയങ്കര ഇത് സ്വാഭാവികമാണ്. കേരളത്തിൻ്റെ വളർച്ച അങ്ങനെയാണ്. കേരളം ഒരു സുന്ദരമായ ഒരു പ്രദേശമാണ്, ഒരു നാടാണ്. ഇവിടെ നമുക്ക് അതികഠിനമായ മഴയോ അതികഠിനമായ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കൊരു ബനിയനുണ്ടായി ജീവിക്കാവുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പം അവിടുത്തെ ജനങ്ങളോ മിടുക്കൽ പാവങ്ങളെ സഹായിക്കാൻ സാധുക്കളെ സഹായിക്കാൻ ഓടിയെത്തുന്ന ആളുകളായപ്പോഴോ അത് കൂടുതൽ നന്നായി. ആരോഗ്യമുള്ള എക്സസൈസ് ചെയ്ത് മിടുക്കന്മാരും മിടുക്കികളും ആയപ്പോഴോ അത് വീണ്ടും കൂടുതൽ ഉയർന്നുപോയി. അപ്പോഴോ പിന്നെ അതിന് പറ്റിയ ഗവൺമെൻറ്റുകൾ വന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എത്ര 1, 2, 3, 4 ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ 5ാമത്തെ എയർപോർട്ട് വരാൻ പോവുകയാണ് കോട്ടയത്ത്. നമുക്കറിയാം കോട്ടയംകാർ അത് അർഹിക്കുന്നുണ്ട്. കാരണം അത്രയും ഉയർന്നു നിൽക്കുന്ന ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽ കേരളത്തിലുള്ള ആളുകളുണ്ട്, കോട്ടയത്തുള്ള ആളുകളുണ്ട്. അവരുടെ ആ സഞ്ചാര പ്രേമമൊക്കെ വെച്ച് നോക്കുമ്പം പിന്നെ നമ്മുടെ ഏറ്റവും പരിപാവനമായ ശബരിമല അടുത്തുണ്ട്. അവിടേക്ക് വരുന്നവർക്കൊക്കെ സഹായമാണ് കോട്ടയം എയർപോർട്ട്. അപ്പോൾ അതൊക്കെ വരും. അപ്പം ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പം നമുക്കെല്ലാവർക്കും ഈ മുന്നോട്ടുള്ള പോക്കിൽ നമ്മുടെ ജനപ്രതിനിധികളോടൊപ്പം നിൽക്കാം. അവർ നമ്മുടെ സേവകരാണെന്നുള്ള ബോധ്യത്തിൽ നിൽക്കാം. അമിതമായി കാലുപിടുത്തമൊന്നും വേണ്ട. നമ്മളാണ് അതിൻ്റെ യജമാനന്മാർ എന്ന വിചാരം ഓരോരുത്തർക്കും വേണം. അത്രയൊക്കെ മതി. അല്ലാതെ കൂടുതൽ സോപ്പിടാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യം ചെയ്യാൻ അവർക്ക് ബാധ്യതയുണ്ട്. തീർച്ചയായും അവരെയും അവരുടെ പാട്ടിന് വിട്ടേക്കുക, അവർ ഭരിക്കട്ടെ. പിന്നെ ഇതുപോലെയുള്ള ആളുകൾ കൂടുതൽ ഇടപെടാമെന്ന് നമ്മൾ ചിലപ്പോൾ അവരെ സഹായിക്കേണ്ടി വരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. എന്തായാലും നമ്മൾ ഈ തെരുവ് പട്ടിയുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ കർശനമായ നടപടി എടുക്കണം. 1 ഇഞ്ച് പുറകോട്ട് പോകരുത്. അവയെ ആവശ്യമുള്ളവരെ നശിപ്പിക്കണം, അല്ലാത്തവരെ നമ്മൾ കൂട്ടിൽ കയറ്റണം. അതല്ലെങ്കിൽ നമ്മുടെ ജോസ് കെ മാണി പറഞ്ഞതുപോലെ വനത്തിലേക്ക് കുറേ പേരെ കുടിയേറ്റ് താമസിപ്പിക്കാം. പണ്ട് പട്ടിണി വന്നപ്പോൾ SRCP നമ്മുടെ കുട്ടനാടുള്ളായിരുന്ന കർഷകരെ പിടിച്ച് വനത്തിലേക്ക് വിട്ടു. വനമെല്ലാം ഇപ്പം അവരൊക്കെ വലിയ സമ്പന്നരായി. ഇന്ന് ആ സമ്പന്നൻ്റെ നാട്ടിൽ നിൽക്കുമ്പോൾ അവർ പഴയ കാര്യമൊക്കെ മറന്നുപോയി. ഞങ്ങളൊക്കെ എന്തോ സ്വർഗത്തിൽ നിന്ന് വന്നപ്പോഴേ ഈ റബ്ബർ തോട്ടവും കാപ്പിത്തോട്ടമൊക്കെ കൊണ്ടുവന്നെന്നാണ് അവരുടെ വിചാരം. SRCP പറഞ്ഞു വിട്ടതാണ് പട്ടിണി അകറ്റാൻ വേണ്ടി, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി. അതുപോലെ നമുക്ക് ഈ നായ്ക്കളെയും വേണ്ടി വന്നാൽ പുനരധിവസിപ്പിക്കണം. അവരും വനത്തിൽ പോകട്ടെ. അവരും പിടിച്ച് നിൽക്കുന്നില്ല. അവരെല്ലാം പിടിച്ച് മൃഗങ്ങൾ തിന്നുമൊന്നുമില്ല. അത് വേന്ദ്രന്മാർ പിടിച്ച് നിന്ന് അവിടെ അവരുടേതായ ഒരു സാമ്രാജ്യമൊക്കെ ഉണ്ടായിക്കോളും. അപ്പോൾ നമുക്ക് അത്തരത്തിലൊക്കെ എന്തായാലും ഈ പ്രകൃതി എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ഇപ്പം ചേരയെ കേരളത്തിൻ്റെ ആസ്ഥാന ഉരകമായിട്ട് പ്രഖ്യാപിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ചേര ഉണ്ടെങ്കിൽ എലിയെയും അതുപോലുള്ളതിനെയൊക്കെ നിയന്ത്രിക്കത്തുള്ളൂ. അങ്ങനെ ഒന്നിനെ നിയന്ത്രിക്കും. അപ്പോൾ ഈ പട്ടികളെ എല്ലാം കുത്തിവെച്ച് കൊന്നു കുഴിച്ചു കൊണ്ടുവന്നുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷേ അവർക്ക് എതിരായി പ്രവർത്തിക്കുന്ന അവരെ കിട്ടിയാൽ അത്യാവശ്യം ഒരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവർ കഴിക്കട്ടെ. അല്ലാതെ ഇവരുടെ സാമ്രാജ്യം ഉണ്ടാകട്ടെ. അപ്പോൾ അത്തരത്തിലൊക്കെ കൂടി ഒന്ന് ആലോചിച്ച് നമ്മളെ കീടങ്ങളെ മറ്റ് കീടങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ നമുക്ക് എങ്ങനെ ഇതിനെ ബുദ്ധിപരമായി കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഇതിനെ നിയന്ത്രിക്കണം. അതോടൊപ്പം പട്ടിയെ വളർത്താത്തവൻ തെരുവിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവൻ്റെ പേര് നടപടിയെടുക്കണം. അവനായാലും അവളായാലും. പട്ടിയെ ഇഷ്ടമാണെങ്കിൽ വീട്ടിലുള്ളതിനെ വളർത്തട്ടെ, ലൈസൻസൊക്കെ എടുത്ത് വീട്ടിൽ വളർത്തട്ടെ. വഴിയരികി പോയി ഫുഡ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് സ്നേഹിക്കുക. കാരണം പട്ടിയുടെ ഒരു കാര്യം അവരറിയണ്ടല്ലോ. അപ്പോൾ അത് നിയന്ത്രിക്കണം. അതോടൊപ്പം ഈ പറഞ്ഞ പോലെ അക്രമകാരികളായ പട്ടികളെ അടിയന്തരമായി നിർമ്മാർജ്ജനം ചെയ്യണം.
അത് ജനത്തിൻ്റെ അഭിലാഷമാണ്. അതോടൊപ്പം ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലിൽ നിൽക്കുകയാണ്. ഹാവ് എ ഫാന്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.